ഗായ്സ്, അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ രാവിലെ നേരത്തെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മോന് നല്ല വിശന്നിട്ട് രാവിലെ അവന് കച്ചറ ഉണ്ടാക്കിയപ്പം പോയതായിരുന്നു. പക്ഷേ എങ്കിൽ പോയിട്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുക എല്ലാ ഹോട്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് വന്നു. പക്ഷേങ്കിൽ അതിൻ്റെ സ്വഭാവം കാര്യങ്ങളൊന്നും ശരിയായില്ലായിരുന്നു. ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ താജ്മഹലിൽ പോകുന്ന സമയത്ത് വൈറ്റ് ഡ്രസ്സ് ഒരുങ്ങി പോകുന്നതൊക്കെ ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ താജ്മഹലിലേക്ക് പോവാണ്. ഓക്കെ, ഹലോ ഗായ്സ്, ആയിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഞങ്ങൾ പോവാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളിന്ന് താജ്മഹൽ കഴിഞ്ഞ് കണ്ട് ഡൽഹിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഓക്കെ, താജ്മഹലിന്റെ കൂടുതൽ വീഡിയോ ഗായ്സ്. അപ്പം ഞങ്ങൾ പോവാണ് താജ്മഹൽ കാണാൻ. അങ്ങനെ താജ്മഹലിലെത്തി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ കാണും. അപ്പൊ കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ വൈറ്റ് ഡ്രസ് ഇട്ട് താജ്മഹൽ കാണാൻ. എല്ലാരും ഏകദേശം വൈറ്റ് ആണ് അല്ലേ? ഞങ്ങൾ ഗ്ലാസ് ഒക്കെ വാങ്ങി. ഭയങ്കര വെയിലാണ്. അപ്പം കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഫോണൊക്കെ തട്ടിപ്പറിച്ചുണ്ടോ, അതുകൊണ്ട് കെയർഫുൾ ഇരിക്കാം. ഇത് ഇവിടെ വലിയ കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും ഇപ്പൊ കാണുന്നില്ല. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഒളിച്ചോറുന്നുണ്ട്, വേർക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷെങ്കിലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആയു ഫുഡൊന്നും അങ്ങനെ ആരും കഴിച്ചില്ല. ഞങ്ങൾ രാവിലെ എണീറ്റ് നേരെ താജ്മഹലിലേക്ക് വന്നാണ്. രാവിലെ ഞാനും ആയും കുട്ടനും കൂടി ഫുഡൊക്കെ കഴിക്കാൻ പോയിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ ഒരു 11 മണിയാകുമ്പോഴാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക, ഹോട്ടലൊക്കെ. പക്ഷേ എങ്കിൽ ചീച്ചിലാണ് ആയു. എന്താണെന്നറിയില്ല, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുമോയെന്നറിയില്ല. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടോ. അപ്പൊ നല്ല ചെക്കിങ്, സെൽഫി സ്റ്റിക്ക്, ചാർജർ, പവർ ബാങ്ക്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറ്റില്ല. പിന്നെ നമ്മളെ ബാഗിൽ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു, അത് രണ്ടാമത് പുറത്താക്കി. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും അലോഡല്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് വരും. ഞങ്ങൾ ഓൾറെഡി ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവറോട് ചോദിച്ചാണ് സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. പക്ഷേങ്കിൽ ഒരു പറഞ്ഞാൽ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ രണ്ടാമത് ഇവിടുന്ന് പോലീസ് ചെക്ക് ചെയ്ത സമയത്ത് അലോ ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ വീണ്ടും രണ്ടാമത് കൊണ്ടുവച്ച് അത് കുറേ ടൈം പോയിട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ കയറാൻ പോവാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്, നല്ല വെയിലാണ്. താജ്മഹൽ കണ്ടോ, നൈസ്, നല്ല തിരക്കാണ്. അപ്പം ഹലോ ഗായ്സ്, ആയോ എത്തി? ആയോ പറയ്. അമ്മ അതിനകത്ത് പറയല്ല, താജ്മഹലിലെത്തി ഗായ്സ്. അപ്പൊ ഞങ്ങള് ഫോട്ടോസൊക്കെ കുറെ എടുത്തു. ആയി കുഴപ്പമില്ലായിരുന്നു, വലിയ ഓടി കളിക്കുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ കച്ചറിയാണ്. പക്ഷേ എങ്കിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഓടി കളിക്കും. അതാ താജ്മഹലിന്റെ ഉള്ളിൽ കയറി മോൾ ഭാഗമാണ്. അതിന് വെള്ളത്തിൽ കളിക്കണമെന്ന് ഭയങ്കര
ഭയങ്കര കച്ചറയാണ്. ഇതല്ലേ ഗംഗാനദി? ഇതേതാ? യമുനയോ? അതിന് പുഴയിൽ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ കച്ചറയാണ്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിട്ട് തുടങ്ങി വന്നപ്പോ കുടിക്കാനാ ഒരു പോയി ആരോടെ ചോദിക്കുക? അങ്ങനെയുണ്ട്. അടിപൊളിയാണോ അവിടെ? ഇഷ്ടമായി. പോവാൻ ഒക്കെ കുടിക്കോ? അമ്മ വാങ്ങിത്തരാ. അമ്മ വാങ്ങിത്തരാ. അപ്പൊ താജ്മഹലൊക്കെ കണ്ട് ഞങ്ങളിതാ ഇറങ്ങി. ആയോ കച്ചറിയായിരുന്നു. ഇപ്പൊ ഒരു ഐസ്ക്രീമും മാംഗോ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇന്ന് റെഡി ആക്കിയതാണ്. പ്രശ്നല്ല. ഇനി ഞങ്ങള് ഇങ്ങോട്ട് പോണ റെഡ് ഫോർട്ടില. നെക്സ്റ്റ് റെഡ് ഫോർട്ടില് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല. റെഡ് ഫോർട്ട്. അപ്പോ ചായ ഒന്നും കുടിച്ചില്ല. ചായ കുടിച്ചിട്ട് പോവും. ഇനി എന്താ, ഇനിയിപ്പോ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാം. റൂമിലേക്കാണ് പോണത്. നമ്മള് വന്ന ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം പുറത്ത്. അപ്പോ എന്താടെ? വാവ്, മങ്കി. ഹേ ഗായ്സ്, നമ്മള് കുട്ടനെ കണ്ടുമുട്ടിരിക്കുകയാണ്. കൊച്ചുവിന്റെ സ്ഥിതിയിലെടുത്തേക്ക് കുറുക്കൻ മങ്കി വന്നിട്ടോ. അതിൽ കൊച്ചുവിന്റെ കയ്യില് ഐസ്ക്രീം ഉണ്ടായിരുന്നേ. അതിൽ സമിതാന്ന് പറയുന്നത് വലിച്ചെറി മോനെ വലിച്ചെറി. കൊച്ചൊന്നായിട്ട് എടുത്ത് വിഴുങ്ങി. കുരക്കിന് കൊടുത്തില്ല. കോമഡിയാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ താജ്മഹൽ. അണ്ണാൻകുട്ടി നോക്ക്. ഓക്കെ, ഈ റെഡ് ഫോർട്ടിലേക്ക് എന്താ വെണ്ണയാണോ മന്തി ചേർക്കണം? ആയി ഉറങ്ങിപ്പോയി, കുഴങ്ങി ഉറങ്ങിപ്പോയതാണ്. ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ എണീറ്റിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ ഞങ്ങൾ. ഇവിടെ അടുത്തുള്ള ഏതോ ഹോട്ടലാണ്. അയ്യോ ബ്ലോഗ്. ബട്ടർ നാനും ബട്ടർ ചിക്കൻ പനീർ മസാല ഗായ്സ്. അപ്പൊ നമ്മളിതാ റെഡ് ഫോർട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് റെഡ് ഫോർട്ടിലേക്കാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പൊ ഒന്ന് വേഗം സന്ദർശിച്ച് വേഗം പോകാൻ മതി. കൊച്ചു മുന്നിൽ നടക്ക്. ആയി ഉറങ്ങിപ്പോയി ഗൈസ്. ആടൊക്കെ പോണുമ്പോള് ടു മച്ച് ഗൈസ്. കുറെ നടക്കാണ്ട്. ഇതാവല്ലോ കേട്ടോ വെയിലും കൊണ്ട് നടക്കുന്ന പരിപാടി. ഓക്കെ ഗൈസ്. അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. ഞങ്ങൾ പുറത്തിരുന്നതാണ്. ഞാനും സെമിത്താറ്റും പുറത്തിരുന്നു. ബാക്കി എല്ലാവരും കുറച്ചൊന്ന് മേലോട്ട് പോയി തിരിച്ചു വരുന്നുണ്ട്. കുറേ നടക്കാണ്ട് ഉള്ളിലേക്ക്. സംഭവം അടിപൊളിയാണ്. എന്താ അല്ലേ. അപ്പം ഇവിടെ എൻട്രി ടിക്കറ്റ് എന്താ 50 രൂപ അങ്ങനെ എന്തോ. അടിപൊളിയാണ്. ഇതൊരു ഉച്ച സമയത്ത് വന്നതിനോടുള്ള ക്ഷീണ. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഇറങ്ങി. വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ കയറാൻ വയ്യ.
സോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, ഞങ്ങളിവിടെ വെച്ച് നിർത്തി. പിന്നെ ആണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ല, എണീറ്റ് കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓനെയും കൊണ്ട് നടക്കാനാവാത്തതിനോണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മിസ്സായി, ഞങ്ങൾ കണ്ടില്ല. അവിടെ നല്ല വ്യൂ കാണുമ്പോഴും അടിപൊളി. കാരണം ഷാജഹാന് മുംതാസിന് വേണ്ടിയിട്ട് എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വരെ അവിടെ ഇതൊക്കെ ഉണ്ടാക്കി. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഡ്രസ്സിൽ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കും. അവളോട് ഞാൻ പറഞ്ഞതിന് ചെറിയ ഞാൻ എടുക്കാം. ആദ്യം ഇവര് പറഞ്ഞീന അങ്ങനെ അവരോട്. അയ്യോ നമ്മളിതാ ഇവിടെയുള്ള UP-യിലുള്ളൊരു സ്കൂളിലേക്ക് വന്നതാണ്. അവസ്ഥയാണ്, വേറെ ഏടി പോയ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അവസ്ഥയാണ്. പുറത്തേക്ക് പോയോ ഒരു യുദ്ധത്തിന് പോയി. അങ്ങനെ നമ്മൾ അവിടുന്ന് UP-ന്ന് താജ്മഹലും റെഡ് ഫോർട്ടും കുറച്ചൊന്നും അവിടെ നിന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു 4-4:30 ആയ സമയത്ത് നമ്മൾ അവിടുന്ന് ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് നേരെ ഡൽഹിയിലേക്കായിരുന്നു പോകുന്നത്. അപ്പം ഞാൻ എടുത്ത സൗണ്ട് ക്ലിയർ അല്ലാത്തതിനോട് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആയു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു യാത്രയിൽ ഏകദേശം ബസ്സും ട്രെയിനും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം സെമി സ്ലീപ്പറിലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബസ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ലോക്കലായിട്ട് ഓടുന്ന ബസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ പോകുന്ന വഴി കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡൽഹിത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, UP-ത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തില്ല, 1 ഡേ ആണ് നമുക്ക് കിട്ടിയത് UP. സോ താജ്മഹൽ ആൻഡ് റെഡ് ഫോർട്ട്. അപ്പം